എണ്ണം ഇത്തിരി കുറവുണ്ട്. പക്ഷെ ഇവര് പ്രതിപക്ഷത്തിരുന്നാൽ ഇവര് കസറിയ ചരിത്രം കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഒരുപാട് സമരങ്ങളെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. അല്ല, അതൊക്കെ നമ്മൾ തയ്യാറാണല്ലോ. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും സമരം ചെയ്യുക എന്നത് അവരുടെ മുഖമുദ്രയാണ്. അപ്പൊ അവർ അടുത്ത ദിവസം തൊട്ട് തുടങ്ങും. അതിൽ നമുക്ക് വലിയ അതിശയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുന്നില്ല എന്ന്. പെറ്റ് കിടന്ന പൂച്ച എണീറ്റ് പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 രൂപയെങ്കിലും വന്ന് അവിടെ വീഴുമ്പോഴാണല്ലോ പൂച്ചയ്ക്കൊരു ആനന്ദം. ഈ ഖജനാവിൽ പെറ്റ് കിടന്ന് അവിടെ കിടന്ന് ഡിപ്രഷൻ അടിച്ചു പൂച്ചയ്ക്ക്, ഏകാഗിയായി കിടക്കുക. അതായത് 6000 കോടിയുടെ ക്ലോസ്, എനിക്ക് അതിന്റെ കണക്ക് കൃത്യമായിട്ട് അറിയില്ല. 6000 കോടിയുടെ ക്ലോസിംഗ് ബാലൻസ് ഖജനാവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. നമ്പർ ഉണ്ടോ? ലക്ഷം കോടിയാക്കാലോ. കാര്യം എവിടെ നിന്നൊക്കെ കടം മേടിക്കാം. മേടിച്ച കടങ്ങളുടെ ഇതാണ് നോക്കൂ. ഞാനും അങ്ങും നമ്മളുടെ തലമുറയുമൊക്കെ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ആ കടം കടന്നുപോയ സർക്കാരുകൾ ഉണ്ടാക്കിയ കടത്തിന്റെ ഇരട്ടിയാണ് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് സമ്മാനിച്ചിട്ട് പോയത്. അതുകൊണ്ട് കടം എവിടെ നിന്ന് മേടിച്ച് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് നിറപറയാക്കി മാറ്റുമെന്നാണ്. ഇത് നമ്മുടെ നിറപറയല്ല, അല്ലല്ല, ഇത് പുതിയ നിറപറ. ഞങ്ങൾ പറ നിറയ്ക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ അവിടെ ഈ സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം, അതായത് ബഡ്ജറ്റിന് ഇതരമായ വരുമാനം അത് കണ്ടെത്താനുള്ള പരിപാടികളുമായി മുമ്പോട്ട് പോകും. അതിന് ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ. ഞങ്ങൾക്ക് വളരെ ഒരു ആശങ്കയില്ല. ഞങ്ങൾക്ക് ആശങ്കയുള്ളത് ഞങ്ങൾക്ക് ആശയങ്ങളാണുള്ളത്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ്ങും ഉണ്ട്.